യെസ്. പറയുന്നത് കേൾക്കാമോ? യെസ്. ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പം നമ്മളുടെ റിറ്റ്സിൻ്റെ പുതിയൊരു പവർ അവർ സീസണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ഈ വർഷം തന്നെയാണ് ഓൾമോസ്റ്റ് 65-ലധികം പവർ അവർ സെഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ മിഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ റിറ്റ്സ് ഒരു പുതിയ സീസൺ ആയിട്ട് വരികയാണ് പവർ അവറിൻ്റെ. അപ്പോൾ എല്ലാവർക്കും അറിയാം പവർ അവറിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാവരും എക്സ്പോസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിട്ടേ എക്സാം എഴുതാൻ വേണ്ടി പോകാൻ പാടുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം പലരും ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ റിറ്റ്സിൻ്റെ ഈ പവർ അവർ മാത്രം പോരെ? കുറേ പേര് പവർ അവർ മാത്രം കണ്ടുപോയവരും ഉണ്ട്. കഴിഞ്ഞ തവണകൾ പ്രിപ്പറേഷന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം പവർ അവർ മാത്രം പോരെ, എന്തിനാ ഈ കോച്ചിങ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോമ്പിനേഷനാണ്, ഒരു പവർഫുൾ കോമ്പിനേഷനാണ്. ഫസ്റ്റ്ലി നമ്മൾ പറയുന്ന പോലെ തന്നെ റിറ്റ്സിൻ്റെ ഒരു ഗൈഡ്, നമ്മളുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും അതേപോലെ LLB എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് റിറ്റ്സ് ഇറക്കുന്ന ഗൈഡ് ആമസോണിൽ 3 വർഷവും 3 എഡിഷൻസും ബെസ്റ്റ് സെല്ലറായിട്ടാണ് പോയിട്ടുള്ളത്. ഈ പുതിയ എഡിഷൻ ഉടൻ തന്നെ വരുന്നതാണ്. ഡിസംബർ ജാനുവരി ആകുമ്പോഴേക്കും നമ്മളുടെ പുതിയ എഡിഷൻ വരുന്നതാണ്. സോ ഫസ്റ്റ്ലി ഗൈഡ്. രണ്ടാമത്തത് നമ്മളുടെ റിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്. നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ പുതിയ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചാമ്പ്യൻസ് ബാച്ച് ആണ്. ജാനുവരി മുതൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിറ്റ്സിൻ്റെ കോച്ചിങ്ങിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വളരെ ഹൈ ക്വാളിറ്റിയോട് കൂടിയുള്ള ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഫീ, ഈ ചാമ്പ്യൻസ് ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 5,000 റുപ്പീസാണ്. 1 ടൈം പേയ്മെൻ്റ് ആണത്. ഒരു തവണ നിങ്ങളിത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകളാണ്. നമ്മൾ ലൈവിലാണ് വിശ്വസിക്കുന്നത്, ലൈവ് ക്ലാസ്സസിലാണ് വിശ്വസിക്കുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും ലൈവ് അഥവാ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഡെയിലി എഡിറ്റോറിയൽസ് ഉണ്ടാവും, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് ഉണ്ടാവും. 100-ൽ പരം മോക്ക് ടെസ്റ്റുകളുണ്ട്. 50 and 50 എന്നുള്ള റേഷ്യോയിൽ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് അസസ്മെൻറ്റ്, അതേപോലെ തന്നെ റിറ്റ്സിൻ്റെ ക്രാഷ് കോഴ്സ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള റിറ്റ്സിൻ്റെ ജൂണിലും ജൂലൈയിലും നടത്തുന്ന, ഇതിപ്പോൾ ചാമ്പ്യൻസ് ബാച്ചിനെ ആകുമ്പോൾ നമ്മൾ ജൂണിൽ നടത്തുന്ന ക്രാഷ് കോഴ്സിലോട്ട് ഫ്രീ ആയിട്ടുള്ള ആക്സസും ഉണ്ടാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഈ ചാമ്പ്യൻസ് ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം വളരെ ഒരു നല്ല ഒരു ഓഫറാണിത്. അപ്പോൾ നിങ്ങൾ ഒട്ടും മിസ് ചെയ്യരുത് ഇത്. നിങ്ങൾക്ക് ലോ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ലോയിലോട്ട് കയറണം എന്നുള്ള ഒരു ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കയറേണ്ടതാണ്. ചാമ്പ്യൻസ് ബാച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈഡ്
ചാമ്പ്യൻസ് ബാച്ച് ആൻഡ് അതേപോലെ തന്നെ ഈ പവർ അവർ സെഷനുകൾ. ഈ പറയുന്ന ഈ ഒരു 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് മൂന്നും നല്ലപോലെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ അണ്ടർ 300 റാങ്ക്സ് ആണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ തവണ അണ്ടർ 300 റാങ്ക്സ് ആണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേര് നമ്മൾ റിറ്റ്സിൻ്റെ പുതിയ ഗൈഡിൻ്റെ പിറകിൽ വരാൻ പോവുകയാണ്. അപ്പം 5 ഇയറും ഉണ്ട്, 3 ഇയറും ഉണ്ട്. അപ്പോൾ ഒട്ടാകെ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ലോ കോളേജിലായിട്ട് നമ്മൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, മോപ്പപ്പ് അലോട്ട്മെൻറ്റിലോടും കൂടി കഴിഞ്ഞതോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം 132ഓളം പേര് ഗവൺമെൻറ് ലോ കോളേജിലോട്ട് റിറ്റ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത് തികച്ചും റിറ്റ്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കഴിവ് എന്നുള്ളത് മാത്രമല്ല, അത് ഈ ഒരു റിറ്റ്സിലോട്ട് വന്ന എല്ലാവരുടെയും ആ ഒരു സ്റ്റുഡൻസിൻ്റെ എല്ലാം ഒരു കഠിനാധ്വാനവും ആ ഒരു എഫേർട്ടിൻ്റെയും റിസൾട്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 2024 നടക്കാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനേഷനുകളിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റിറ്റ്സിൻ്റെ ചാമ്പ്യൻസ് ബാച്ച് ഉണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വർത്ത് ഇറ്റ്. അത് നമ്മൾ തന്നെയാണ് ഗ്യാരണ്ടി. നമുക്ക് വേറൊരു ഇതും ഇല്ല. കാരണം ഇത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയോട് കൂടി വേറെ ഒരു സ്ഥലത്തും ക്ലാസ്സിൽ കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ 100% ഉറപ്പോടുകൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറൈറ്റ്, സോ നമുക്ക് എന്നാൽ ഇനി നേരെ നമ്മളുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലോ ഓഫ് തോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു 20-25 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ എന്താണ് വേണ്ടത്? നിങ്ങൾ വെറുതെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പെന്നും അല്ലെങ്കിൽ ഒരു ബുക്ക് ഇതിനായിട്ട് കരുതുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ കരുതുക. ഒരുപാട് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻസ് പല തവണകളിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണവും ചെയ്യും. സോ നിങ്ങൾക്ക് ഇത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, അറിയാത്തൊരു ഉത്തരവുമാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇത് എഴുതി വെക്കുക. ഓൾറൈറ്റ്, സോ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവരും റെഡിയാണോ? യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. നമ്മളിവിടെ തെറ്റുകളിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ ദയവ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആ ഒരു എനർജി നിങ്ങൾ ഇപ്പോൾ തന്നെ കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക. റൈറ്റ്, യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ ഇതാ മുന്നിൽ വന്നിരിക്കുകയാണ്. ദ വേർഡ് ടോട്ട്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനിൽ വി ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ്. ദ വേർഡ് ടോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ലാറ്റിൻ ടേം എന്നുള്ളതാണ് ചോദ്യം. സോ എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് അറിയുകയാണെങ്കിലും ജസ്റ്റ് ആൻസർ ചെയ്യുക. ഇറ്റ്സ് ഗോയിങ് ടു ബി വർത്ത് ഇറ്റ്. ബിലീവ് മീ, നിങ്ങൾ ഇത് ആൻസർ ചെയ്യുമ്പം ഇറ്റ്സ് ഗോയിങ് ടു നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വെറുതെ കാഴ്ചക്കാരായി നോക്കിക്കരുത്. യു ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. ഓൾറൈറ്റ്, സോ യെസ്, കുറേ പേര് സി പറയുന്നുണ്ട്, കുറേ പേര് എ പറയുന്നുണ്ട്. ദ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി സി. ടോട്ടം എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ടോട്ടം എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് വരുന്നത് ട്വിസ്റ്റഡ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ട്വിസ്റ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്. ട്വിസ്റ്റഡ് എന്നുള്ളതാണ്. ആൻഡ് പക്ഷെ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനൊരു പ്യുവർലി ലീഗൽ ടെക്നിക്കൽ ഒരു മീനിങ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ലീഗൽ റോങ് നടന്നിട്ടുണ്ട്. യെസ്, ക്രുക്കഡ് എന്ന് പറയുന്നുണ്ട്. ക്രുക്കഡ് ആൻഡ് ട്വിസ്റ്റഡ്. യെസ്, സോ ഒരു ലീഗൽ റോങ് ഫോർ വിച്ച് ലോ ഹാസ് പ്രൊവൈഡഡ് എ റെമഡി അല്ലേ? ഒരു റെമഡി ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഒരു ലീഗൽ റോങ് ഉണ്ട്, അതിന് ലോ റെമഡി പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടോർട്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. സോ ടോർട്ട് വന്നിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ആൻഡ് ദാറ്റ് ലാറ്റിൻ വേർഡ് ഇസ് കോൾഡ് ടോട്ടം. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് ടോട്ടനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് അത് എന്ന് പറയുന്നത്. റൈറ്റ്, യെസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ടോട്ട് ഇസ് റിഡ്രസിബിൾ ബൈ എൻ ആക്ഷൻ. റിഡ്രസിബിൾ എന്ന് പറയുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നത് ബൈ എൻ ആക്ഷൻ ഓഫ് വാട്ട്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അപ്പം പ്രൊഫസർ വിൻഫീൽഡ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ടോർഷ്യസ് ലയബിലിറ്റി റൈസ് ചെയ്യുന്നത്
ബൈ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി. ഫസ്റ്റ് പോയിന്റ്, ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി. ആൻഡ് ഈ ഡ്യൂട്ടി ആരാ ഫിക്സ് ചെയ്യുന്നത്? ഡ്യൂട്ടി ഇസ് ഫിക്സ്ഡ് ബൈ ലോ ഫിക്സ് ചെയ്യുന്ന ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. ആൻഡ് ഈ ഡ്യൂട്ടി ആരോടാണ്? ആളുകളോടാണ് ഈ ഡ്യൂട്ടി ഉള്ളത്, ജനറലി ടുവേർഡ്സ് ദി പബ്ലിക്. ആൻഡ് ഇത് ഈ പറയുന്ന ഡ്യൂട്ടി ഇറ്റ് ഇസ് ടുവേർഡ്സ് ജനറലി ടുവേർഡ്സ് പീപ്പിൾ. ആൻഡ് ഇത് ഈ പറയുന്ന ബ്രീച്ച് നടക്കുന്നത്, ദിസ് ക്യാൻ ബി റിഡ്രസിബിൾ, പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ബൈ ആൻ ആക്ഷൻ ഫോർ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. നോട്ട് ലിക്വിഡേറ്റഡ്, അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ലിക്വിഡേറ്റഡും അൺലിക്വിഡേറ്റഡ് ഡാമേജസും തമ്മിൽ ഇപ്പോൾ വ്യത്യാസമുണ്ട്. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യാണ്? പ്രീ ഡിറ്റർമൈൻഡ് ആണ്. ഓൾറെഡി പാർട്ടീസ് തമ്മിൽ തന്നെ എന്ത് ചെയ്യാണ്? തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളത്. ദാറ്റ് ഇസ് കോൾഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. പക്ഷേ നമ്മളുടെ കാര്യത്തിൽ ടോർട്ടിൻ്റെ അകത്ത് കാര്യം വരുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. അൺലിക്വിഡേറ്റഡ് ഡാമേജിന്റെ അർത്ഥം ഇറ്റ് ഇസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് നോട്ട് ഫിക്സ്ഡ് ബൈ ദ പാർട്ടീസ്. പക്ഷേ ഈ പറയുന്ന അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഡാമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം. ഈ നഷ്ടപരിഹാരം ആരാ തീരുമാനിക്കുന്നത്? ഇറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ ദി കോർട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. കോടതിയുടെ ഡിസ്ക്രീഷൻ അനുസരിച്ച് കോടതി എന്ത് ചെയ്യാണ്? ഓക്കെ, ഈ ഒരു ബ്രീച്ച് നടന്നതിന് ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നു. ഇതാണ് അപ്പോൾ പ്രൊഫസർ വിൻഫീൽഡിന്റെ ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, നിങ്ങൾ എല്ലാവരും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഓർത്ത് വെക്കുക, ടോർട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു അൺലിക്വിഡേറ്റഡ് ഡാമേജസിനുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് ലിക്വിഡേറ്റഡ് ഡാമേജ്. ലിക്വിഡേറ്റും അൺലിക്വിഡേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾ ഇതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോൾ എൻട്രൻസിനാണ് പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിറ്റ്സിൻ്റെ അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോയിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഞാൻ ഇപ്പോൾ അൺലിക്വിഡേറ്റഡ് ഡാമേജ് ബൈഹാർട്ട് ചെയ്ത് വെച്ച് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറക്കും. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളുടെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് അത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അൺലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഡിസൈഡഡ് ബൈ ദി കോർട്ട്. ഇറ്റ് ഇസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. ഇറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ ദി കോർട്ട്. പാർട്ടീസ് ഡിസൈഡ് ചെയ്ത് വെക്കുന്നതല്ല, കോടതികളാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ വല്ല ബ്രീച്ച് നടക്കുകയാണെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, റൈറ്റ്. അടുത്തത് ബേസിക്കലി ടോർട്ട് ഇസ് എ സ്പീഷീസ് ഓഫ് വാട്ട്? ടോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പീഷീസ് ഓഫ് ക്രിമിനൽ ഇഞ്ചുറി ആണോ, സബ്സ്റ്റാൻഷ്യൽ ഇഞ്ചുറി, സിവിൽ ഇഞ്ചുറി ഓർ നൺ ഓഫ് ദി അബവ്? അപ്പോൾ ഇതിന്റെ നേച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടോർട്ട് ഒരു സിവിൽ റോങ് ആണോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ റോങ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യുക. ഓൾമോസ്റ്റ് 40ഓളം പേര് ഇതിവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് കാഴ്ചക്കാരായി നോക്കിക്കരുത്. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ പവർ അവറിലും പറയാറുള്ളത്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. ടോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിവിൽ റോങ്. സിവിൽ ആയിട്ടുള്ള ഒരു റോങ്ങിനെയാണ് നമ്മൾ ടോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് സിവിൽ ആൻഡ് ക്രിമിനൽ റോങ് തമ്മിൽ വ്യത്യാസമുണ്ട്. സിവിൽ റോങ് എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ പേഴ്സന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. പക്ഷേ ക്രിമിനൽ റോങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ റോങ് എഗെയിൻസ്റ്റ് ദ സൊസൈറ്റി, അല്ലെ? ഒരു സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് നടക്കുന്നതിനെയാണ് നമ്മളൊരു ക്രിമിനൽ റോങ് എന്ന് പറയുന്നത്. സിവിൽ റോങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് സീരിയസ് കമ്പയർഡ് ടു ദി ക്രിമിനൽ റോങ്. സിവിൽ റോങ് എന്ന് പറയുന്നത് അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിവിൽ ഇഞ്ചുറി. ഇറ്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ഇഞ്ചുറി. അത് വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പം ഇറ്റ് ഈസ് എ റോങ് ദാറ്റ് ഈസ് കമ്മിറ്റഡ് എഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ എൻറ്റിറ്റി റിസൾട്ടിങ് ഇൻ എ ഹാം. ഒരു ഹാം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് എഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ എൻറ്റിറ്റി. ലെസ് സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ടോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ക്രിമിനൽ റോങ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക സി ആണ്. ഇറ്റ് ഈസ് സിവിൽ ഇഞ്ചുറി ഓർ എ സിവിൽ റോങ്. യെസ്, ഓക്കെ, റൈറ്റ്. അപ്പം നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. എ സിവിൽ റോങ് ഇസ് വൺ വിച്ച് ഗിവ്സ് റൈസ് ടു. സിവിൽ റോങ് ഗിവ്സ് റൈസ് ടു വാട്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് സിവിൽ റോങ്, നമുക്ക് സിവിൽ കേസസ് എങ്ങനെയാണ്, ക്രിമിനൽ കേസ് എന്താണെന്നുള്ളത് ഒരു ജസ്റ്റ് ഐഡിയ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളൊരു സാധനം രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പം സിവിൽ റോങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിവിൽ പ്രൊസീഡിങ്. ആൻഡ് അതിൻ്റെ എന്ത് ചെയ്യാണ്? ഇറ്റ് ഇസ് ലൈക്ക് എ എൻഫോഴ്സ്മെന്റ്. എ റൈറ്റ് ഇസ് ക്ലെയിംഡ് ബൈ എ പാർട്ടി
എഗെയിൻസ്റ്റ് അനദർ പാർട്ടി. അപ്പോൾ ഈ ക്ലെയിം ചെയ്യുന്ന റൈറ്റ് എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുക? ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ സ്യൂയിങ്, അല്ലേ? സ്യൂയിങ് എന്ന് പറയുന്നത് എങ്ങനെ? കേസ് കൊടുക്കുകയാണ്, കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. എനിക്കൊരു ഹാം സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ലീഗൽ റൈറ്റ് തന്നെ അവിടെ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇഞ്ചുറി സംഭവിച്ചത്? അത് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രീച്ച് വരുത്തിയിട്ടുണ്ട്. ഹി ഹാഡ് എ ഡ്യൂട്ടി ആൻഡ് ആ ഡ്യൂട്ടി അയാൾ എന്ത് ചെയ്യുന്നു, ബ്രീച്ച് ചെയ്തു. ആ ഡ്യൂട്ടിയുടെ ബ്രീച്ച് വന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ലീഗൽ ഇഞ്ചുറി സംഭവിച്ചു. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യണം. ഹൗ ക്യാൻ ഐ എൻഫോഴ്സ് ദാറ്റ് റൈറ്റ്? ഐ വിൽ ഗോ ടു ദ കോർട്ട് ആൻഡ് ഐ വിൽ സ്യൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ കേസ് കൊടുക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കുമ്പം അപ്പം അവിടെ എന്ത് ചെയ്യാണ്? അവിടെ ഒരു സിവിൽ പ്രൊസീഡിംഗ് ആണ് അവിടെ വരുന്നത്. ആൻഡ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ കോമ്പൻസേറ്റ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ക്രിമിനൽ പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്രിമിനൽ പ്രൊസീഡിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിമിനൽ പ്രൊസീഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ് തന്നെ വ്യത്യാസമുള്ളതാണ്. ക്രിമിനൽ പ്രൊസീഡിംഗ് പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡെറ്ററൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി ആവർത്തിക്കാണ്ടിരിക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രിമിനലിൽ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിമിനൽ പ്രൊസീഡിങ്ങിൽ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുകയും സിവിലിൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു വ്യത്യാസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇവിടെ സിവിൽ റോങ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് റൈസ് ടു സിവിൽ പ്രൊസീഡിങ്സ്. അപ്പം അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് അഗെയിൻസ്റ്റ് അനദർ പാർട്ടി. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ, സിവിൽ പ്രൊസീഡിങ്. ഓക്കെ, ഓപ്ഷൻ എ, റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഡെഫിനിഷൻ ഓഫ് ടോർട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ. ടോർട്ട് എന്നുള്ളത് എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ പ്രൊഫസർ വിൻഫീൽഡ്, സാൽമണ്ട്, ഫ്രേസർ എന്നൊക്കെ പറയുന്ന വ്യക്തികളെല്ലാം, ജൂറിസ്റ്റുകളെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ടോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേം നമ്മളുടെ ഇന്ത്യൻ ലോസിൽ ഏതെങ്കിലും ലോയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ആസ് എ ലോ സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. കുറേ പേര് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, റിയലി ഗുഡ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ലിമിറ്റേഷൻ ആക്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ലിമിറ്റേഷൻ ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്? എന്താ ഈ ലിമിറ്റേഷൻ ആക്ടിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത് കുറച്ച് ടൈം പീരീഡ് നൽകിയിരിക്കുന്ന ഒരു ആക്ടാണ്. ഈ ആക്ടിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ടൈം പീരീഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേസ് കൊടുക്കാൻ ഇത്ര സമയമേ ഉള്ളൂ. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോടതിയെ അപ്രോച്ച് ചെയ്തിരിക്കണം. അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇത് ലിമിറ്റ് ചെയ്യുകയാണ്, കേസുകളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കേസ് കൊടുക്കാനുള്ള ഒരാളുടെ അവകാശത്തെ ലിമിറ്റ് ചെയ്യുകയാണ് ഈ ലിമിറ്റേഷൻ ആക്ട് ചെയ്യുന്നത്. ലിമിറ്റേഷൻ ആക്ട് 1963, അതാണ് അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. സോ ഈ ലിമിറ്റേഷൻ ആക്ട് 1963 അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 2M നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. 2M, സെക്ഷൻ 2M അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന 12 അല്ല 2M ആണ് കേട്ടോ. 2M അകത്ത് ഈ ടോർട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ടോർട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആസ് എ സിവിൽ റോങ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ സിവിൽ റോങ്. പക്ഷേ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് നോട്ട് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. 2 കാര്യങ്ങളല്ല എന്ന് പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇറ്റ് ഇസ് എ സിവിൽ റോങ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ് പറയുന്നത്? അത് ഇറ്റ് ഇസ് നോട്ട് എ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ലിമിറ്റേഷൻ ആക്ട് 1963 സെക്ഷൻ 2M അകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. സോ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പം മാത്രമല്ല, നിങ്ങൾ ഈവൻ ആസ് എ ലോ സ്റ്റുഡൻറ്റ്, ലോ എന്നുള്ള ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ, ഈ ലിമിറ്റേഷൻ ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു, റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിനി ഡെഫിനിഷൻസ് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ടോർട്ടിൻ്റെ ഡെഫിനിഷൻ ആസ് ഗിവൺ ബൈ വേരിയസ് ജൂറിസ്റ്റ്. അപ്പോൾ നിങ്ങൾ 3 ഡെഫിനിഷൻസ് പ്രൈമർലി എന്തായാലും അറിഞ്ഞിരിക്കണം. 3 ഡെഫിനിഷൻസ് ആരൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ വിൻഫീൽഡ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടോർട്ടിൻ്റെ അകത്തും ആദ്യമായിട്ട് ടോർട്ട് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടായിരിക്കും. സോ വിൻഫീൽഡ് എങ്ങനെയാണ് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ അറിയുന്നവർ ജസ്റ്റ് ആൻസർ ചെയ്യുക. എന്താണ് ആൻസർ?
സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓക്കെ, ഓപ്ഷൻ ബിയിലാണ് വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സാൽമണ്ടിന്റെ അല്ല, വിൻഫീൽഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടോർട്ടിനെ? വിൻഫീൽഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടോഷ്യസ് ലയബിലിറ്റി അറൈസസ് ഫ്രം എ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കുറച്ച് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് വിൻഫീൽഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിൻഫീൽഡ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ടോർഷ്യസ് ലയബിലിറ്റി എങ്ങനെയാണ്, ഏത് സമയത്താണ് ഒരാൾ എപ്പോഴാണ് ടോർട്ടിന് ലയബിൾ ആണെന്ന് പറയാൻ കഴിയുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ അവിടെ എന്തുണ്ടാവണം, അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരിക്കണം. ആ ഡ്യൂട്ടി ആരാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ആ ഡ്യൂട്ടി ഫിക്സ് ചെയ്തിരിക്കുന്നത് നിയമമാണ് ഫിക്സ് ചെയ്യുന്നത്. ലോ ഒരാളിൽ ഒരു ഡ്യൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഡ്യൂട്ടിയിൽ എന്തുണ്ടാവുന്നു? ഒരു ബ്രീച്ച് ഉണ്ടാവുന്നു. ബ്രീച്ച് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വയലേഷൻ, ആ ഡ്യൂട്ടിയിൽ ഒരു വയലേഷൻ ഉണ്ടാവുന്നു. സോ ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ടാവുന്നു. ആ ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത് ലോ ആണ്. ആൻഡ് ഈ ഡ്യൂട്ടി ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ആളുകൾക്ക് വേണ്ടി, ജനറലി പ്രൈമറിലി ടുവേർഡ്സ് പീപ്പിൾ. ആൻഡ് ഈ പറയുന്ന ബ്രീച്ചിന് പരിഹാരം എന്താണ്? പരിഹാരം എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ്, ഡാമേജ് അല്ല ഡാമേജസ്. ഡാമേജ് എന്ന് പറയുന്നത് ലീഗൽ ഇഞ്ചുറി, നമുക്ക് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഡാമേജ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടത്തിനെയാണ് നമ്മൾ ഡാമേജ് എന്ന് പറയുന്നത്. പക്ഷേ ഡാമേജസ് എന്ന് പറയുന്നത് കോമ്പൻസേഷനാണ്, ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു തുക അല്ല, നമുക്ക് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. സോ അതാണ് ആ ഒരു വ്യത്യാസം മനസ്സിലായി. ഡാമേജസ്. സോ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അപ്പോൾ അതാണ് പ്രൊഫസർ വിൻഫീൽഡിന്റെ ടോർട്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്, പ്രൈമറിലി ഒരു ഡ്യൂട്ടി ഉണ്ടാവണം. ഡ്യൂട്ടി ഈസ് ഫിക്സ്ഡ് ബൈ ലോ. ആൻഡ് ഈ ഡ്യൂട്ടി എന്ത് സംഭവിക്കുന്നു? ബ്രീച്ച് സംഭവിക്കുന്നു. ഈ ഡ്യൂട്ടി ആരോടാണ്? ജനറലി ആളുകളോടാണ്. ആൻഡ് ഈ ഡ്യൂട്ടി ഉള്ള പരിഹാരം എന്താണ്? ഈ ബ്രീച്ച് നടന്നതിനുള്ള പരിഹാരം എന്താണ്? ഈ പരിഹാരം എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഇത്രയും ആണ് വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി സാൽമണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സാൽമണ്ട്. അപ്പോൾ സാൽമണ്ടിന്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഓപ്ഷൻ എയിലാണ് കൊടുത്തിരിക്കുന്നത്. സാൽമണ്ട് ഡെഫിനിഷൻ: എ സിവിൽ റോങ് for which remedy is common law action for unliquidated damages and which is not exclusively the breach of trust or other merely equitable obligation. അപ്പം സാൽമണ്ട് ഇതിനെ എടുത്തങ്ങോട്ട് പറയുകയാണ്, ഇത് സിവിൽ റോങ് ആണ്. ക്രിമിനൽ സിവിലിനകത്ത് സിവിൽ റോങ് ആണ് ടോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ റെമഡി എന്താണെന്ന് തന്നെ അദ്ദേഹം നേരെ പറയുകയാണ്. റെമഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അതായത് നിങ്ങൾക്ക് കോടതി, ആൻ ആക്ഷൻ ഫോർ എ കോമൺ ലോ ആക്ഷൻ എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് കോടതിയെ പോയിട്ട് സമീപിക്കാം. ഇങ്ങനെ ഒരു സിവിൽ റോങ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു സിവിൽ കോടതിയെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ഓൾറെഡി പറഞ്ഞു, പ്രീ ഡിറ്റർമിൻഡ് അല്ല. ഇത് ആരും നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന തുകയല്ല. ഇത് കോടതി എന്ത് ചെയ്യുന്നു? ആ ഫാക്റ്റും സർക്കംസ്റ്റാൻസും അനുസരിച്ചിട്ട് കോടതി തീരുമാനിക്കുകയാണ് ഈ തുക കൊടുക്കണം എന്നുള്ളത്. അതിനാണ് നമ്മൾ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി എ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ല. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എ മിയർലി എക്വിറ്റബിൾ ഒബ്ലിഗേഷൻ. അപ്പോൾ ഇതൊരു പ്രോമിസും അല്ല, ഇതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റും അല്ല, ഇതൊരു കോൺട്രാക്ട് അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ കോൺട്രാക്ട് ഓർ എനി കൈൻഡ് ഓഫ് പ്രോമിസ്. അതാണ് നമ്മൾ സാൽമണ്ടിന്റെ ഡെഫിനേഷൻ വരുന്നത്. സോ സാൽമണ്ടിന്റെ ഡെഫിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നൗ കമ്മിങ് ടു ഫ്രേസർ. ഫ്രേസറിന്റെ ഡെഫിനേഷൻ എന്താണ്? ഫ്രേസർ എങ്ങനെയാണ് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അപ്പം ഇത് നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടാണ് നിങ്ങൾക്ക് അറിയാം ആരുടെ ഡെഫിനേഷൻ ആണെന്നുള്ളത്. എ എന്ന് പറയുന്നത് സാൽമണ്ടിന്റെ ഡെഫിനേഷൻ ആയിരുന്നു അല്ലേ? സാൽമണ്ടിന്റെ ഡെഫിനേഷൻ ആയിരുന്നു. ഇനി ബി എന്ന് പറയുന്നത് ആരായിരുന്നു? ബി എന്ന് പറയുന്നത് വിൻഫീൽഡ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിൻഫീൽഡിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒബ്വിയസ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് എ റൈറ്റ് ഇൻ റെം. അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വാക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്, എ റൈറ്റ് ഇൻ റെം. ഓക്കെ, റൈറ്റ് ഇൻ റെം ഓഫ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഗിവിംഗ് എ റൈറ്റ് ഓഫ് കോമ്പൻസേഷൻ അറ്റ് ദ സ്യൂട്ട് ഓഫ് ദ ഇൻജേർഡ് പാർട്ടി. അപ്പം നമുക്ക് നോക്കാം. ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വയലേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ആ വയലേഷൻ എങ്ങനെ നടത്തിയിരിക്കുന്നത്? ഒരാളുടെ ഒരു റൈറ്റ് ഇൻ റെമ്മിനെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a right that one person has against the whole world. ഞാൻ ഇപ്പം ഈ ഒരു മൊബൈൽ ഫോൺ എൻ്റെതാണെങ്കിൽ, ഈ ഒരു മൊബൈൽ ഫോൺ എൻ്റെ മൊബൈൽ ഫോണാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ ആം ദി ഓണർ ഓഫ് ദിസ് മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ ഐ ഹാവ് എ റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അതിൻ്റെ അർത്ഥം ഈ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ
ഐ ഹാവ് എൻ ആക്ഷൻ അല്ലേ, എനിക്കൊരു ആക്ഷൻ ഉണ്ട് അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞെങ്കിൽ റൈറ്റ് ആൻഡ് റൈം എന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ട, എനിക്ക് എക്സ്ക്ലൂസീവ്ലി ഉള്ള ഒരു റൈറ്റാണ്. ഈ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ദിസ് റൈറ്റ് ഇസ് എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അതായത് എനിക്കൊരു റൈറ്റ് ഉണ്ടെങ്കിൽ മറിച്ച് ബാക്കി മറ്റൊരാൾക്ക് എന്തുണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ ഡ്യൂട്ടി? ഇത് എനിക്ക് കൈവശം വെക്കാനുള്ള, എനിക്ക് അവകാശപ്പെടാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ഡ്യൂട്ടി എന്താ ഉള്ളത്? എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം എടുത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു ഡ്യൂട്ടി അവിടെ നിയമം വെച്ചിട്ടുണ്ട് അല്ലേ. കാരണം ഇത് എൻ്റെതാണ്, അത് അയാളതല്ല. അപ്പം റൈറ്റ് ആൻഡ് റൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അപ്പം ഇവിടെ എൻ്റെ റൈറ്റ് ആൻഡ് റൈമിൻ്റെ ഒരു വയലേഷൻ അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരു കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടി, ഈ കോമ്പൻസേഷൻ എനിക്ക് ഒരു കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ രീതിയിലാണ് ഫ്രേസർ എന്ത് ചെയ്തിരിക്കുന്നത്, ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ജൂറിസ്റ്റുകളുടെയും ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 3 ജൂറിസ്റ്റുകളുടെയും ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളത് മുന്നോട്ട് പോകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്, നമ്മളത് കഴിഞ്ഞിരിക്കുന്നത്. റൈറ്റ്, ഇനി ടോർട്ട് ഇസ് റിഡ്രസബിൾ ബൈ ആൻ ആക്ഷൻ ഫോർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. വാട്ട് ഇസ് ടോർട്ട് റിഡ്രസബിൾ എന്ന് പറഞ്ഞെങ്കിൽ പരിഹരിക്കാൻ പറ്റും അല്ലേ. അത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ലിക്വിഡേറ്റ് ഡാമേജ് ആണോ, അൺലിക്വിഡേറ്റ് ആണോ, റെസ്റ്റോറേഷൻ ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ദ കറക്റ്റ് ആൻസർ ഇസ് എന്താണ്? ദ കറക്റ്റ് ആൻസർ ഇസ് ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ ഒരു ടോർട്ടിൻ്റെ ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പല ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് നമുക്കൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് കിട്ടുക. ഓൾറൈറ്റ്, സോ നമ്മൾ മോക്ക് ടെസ്റ്റിനകത്ത്, നമ്മൾ നടത്താൻ പോകുന്ന മോക്ക് ടെസ്റ്റുകളുടെ അകത്തും ഇതേ രീതിയിലായിരിക്കും. ഒരു ടോപ്പിക്കിനെ കുറിച്ച് പല ഭാഗത്തുനിന്ന് പല ആംഗിളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഗ്രാസ്പ്, ആ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ഗ്രാസ്പ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ പിന്നെ അത് തെറ്റിക്കില്ല. നിങ്ങൾ അവിടെ ബൈഹാർട്ട് അല്ല ചെയ്യേണ്ടത്, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 100% ഉറപ്പ്, 100% ഉറപ്പാണ് നമ്മൾ എന്ത് ചെയ്യും, അത് മറക്കും, നമ്മളത് തെറ്റിക്കും എന്നുള്ളത്. റൈറ്റ്, സോ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ മനസ്സിലായി ടോർട്ട് എന്താണെന്ന് മനസ്സിലായി, റിഡ്രസബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലായി, ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ എന്താണെന്നുള്ളതും മനസ്സിലായി. സോ ഇറ്റ് ഈസ് അൺലിക്വിഡേറ്റഡ് ഡാമേജ്. ടോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഇസ് എ റിഡ്രസബിൾ ബൈ ആൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നുള്ളതാണ് പറയാനുള്ളത്. ആരോ ഇവിടെ ഡേറ്റിനെയൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് എന്നാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് എന്നുള്ളതല്ല, മോക്ക് ടെസ്റ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ഫെബ്രുവരി. നമ്മളുടെ ചാമ്പ്യൻസ് ബാച്ചിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെയാണ് നമ്മളുടെ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നമ്മൾ വലിയൊരു യാത്രയ്ക്ക് തുടങ്ങുകയാണ്. നമ്മൾ വലിയൊരു അടിപൊളി യാത്രയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വീക്ക് മുതൽ വിൽ സ്റ്റാർട്ട് ആൻഡ് ക്ലീൻ്റെ എക്സാം വരെയാണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിസ്കഷൻസ്, ലൈവായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാവും. അങ്ങനെ വളരെ ലൈവ്ലിയും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. കാരണം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക, മാക്സിമം തന്നെ ചെയ്യുക. 4000 അടച്ചവർക്കൊക്കെ യൂട്യൂബിൽ തന്നെ ലൈവ് ക്ലാസ്സസ്. യൂട്യൂബിലല്ല ലൈവ് ക്ലാസ്സസ്, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇത് ലൈവ് അല്ല, ദിസ് ഇസ് നോട്ട് ലൈവ്. പവർ അവർ, പലരും അതിപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. പവർ അവറും ഞങ്ങളുടെ അപ്പോൾ ലൈവ് ക്ലാസ്സും എന്താണെന്നുള്ളത്. കോച്ചിങ്ങിൻ്റെ ക്ലാസ്സസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. അതൊക്കെ നടക്കുന്നത് നമ്മളുടെ ഗൂഗിളിലാണ്, ഗൂഗിൾ മീറ്റിലാണ് അതൊക്കെ നടക്കുന്നത്. അത് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കാണ്. പവർ അവർ എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് റിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് പവർ അവർ എന്ന് പറയുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കോമ്പിനേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പവർ അവറിനോണ്ട് മാത്രം നിങ്ങൾക്ക് കോച്ചിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പവർ അവർ വേണം, യു നീഡ് കോച്ചിങ് ആൻഡ് യു നീഡ് ദ ഗൈഡ്. ഈ 3 എണ്ണം ഈ പറയുന്ന ട്രയോ, നമ്മൾ പറയുന്ന ഈ 3 എണ്ണം, ഈ പറയുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾ 3 എണ്ണത്തിലും നിങ്ങൾ വളരെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വളരെ ആക്റ്റീവ്ലി നിങ്ങൾ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രോബബിലിറ്റി ഉണ്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ഗവൺമെൻറ് ലോ കോളേജ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ബട്ട്
ഒബ്വിയസ്ലി നമ്മളുടെ എഫേർട്ടും നമ്മളുടെ ഇടാൻ പോകുന്ന നമ്മളുടെ താല്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾ വളരെയധികം ഡ്രീം ചെയ്യാൻ താല്പര്യമുള്ള ആളെ നിങ്ങൾ ആ രീതിയിൽ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം റിച്ചിലോട്ട് വരിക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ആ ഒരു 100% കൺവിക്ഷൻ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. നിങ്ങൾ എഫേർട്ട് ഇടാനും നിങ്ങൾ ഡ്രീം ചെയ്യാനും നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 100% നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ആ രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജിലോട്ട് കയറണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിയായുള്ള താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ അബ്ദുൽ കലാം ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ ഡ്രീം ചെയ്യണം, വളരെയധികം ഡ്രീം ചെയ്യണം, അല്ല ബിഗ് ആയിട്ട് തന്നെ ഡ്രീം ചെയ്യണം. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ റിച്ചിലോട്ട് വരിക. ദാറ്റ് ഈസ് ദ തിങ്, ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ അല്ലാണ്ട് എല്ലാവരും നിങ്ങൾ റിച്ചിലോട്ട് വരണമെന്നൊന്നും പറയുന്നില്ല. ആ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റിച്ചിലോട്ട് വരിക, ബാക്കി നമുക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. യാതൊരു സംശയമില്ല. നമ്മൾ 2 വർഷം 2022 സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മളുടെ കൺമുന്നിലുണ്ട്, നമ്മൾ കാണുന്നതുകൊണ്ട്. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീലുമാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് ഡ്രീം, പ്ലീസ് കം ടു റിറ്റ്സ്, പ്ലീസ് ജോയിൻ അസ്. ഡിസംബർ ലാസ്റ്റ് വീക്കാണ്, ഡോണ്ട് മിസ് ഇറ്റ്. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ്, നമ്മളിനി ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദി സെഷൻ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നിരിക്കുന്നത് ദ ഡ്യൂട്ടി അണ്ടർ ദ ലോ ഓഫ് ടോട്ട് ഇസ്. ആരോടാണ് ഡ്യൂട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്രേസറിന്റെ ഡെഫിനിഷനിൽ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ഫ്രേസർ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ്, അല്ലേ? ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് റൈറ്റ് ഇൻ റെം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഇൻ റെം. സോ ദ ഡ്യൂട്ടി അണ്ടർ ദി ലോ ഓഫ് ടോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ വേൾഡ് അറ്റ് ലാർജ്. അതായത് ആ ഡ്യൂട്ടി ആർക്കാണ്? റൈറ്റ് ആണ്. റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആൾക്കാണ്. പക്ഷേ ദിസ് റൈറ്റ് ഇസ് എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദ ഹോൾ വേൾഡ് ഹാസ് എ ഡ്യൂട്ടി നോട്ട് ടു ഇൻഫ്രിഞ്ച് മൈ റൈറ്റ്. ഐ ഹാവ് എ റൈറ്റ് ഇൻ റെം. ദാറ്റ് മീൻസ് എനിക്ക് എന്തുണ്ട്? ഒരു അവകാശമുണ്ട്. ദിസ് അവകാശം ഇസ് എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. ഇനി ഈ വേൾഡിന് എന്തുണ്ട്? ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു തേർഡ് പേഴ്സണിന് എന്തുണ്ട്? അയാൾക്ക് ഒരു ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നുണ്ട് നിയമം. ആ ഡ്യൂട്ടി എന്താണ്? എൻ്റെ അവകാശം ലംഘിക്കാൻ പാടില്ല, എൻ്റെ അവകാശത്തിനെ ഇൻഫ്രിഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള ഡ്യൂട്ടി അദ്ദേഹത്തിനുണ്ട്. സോ ദ ഡ്യൂട്ടി അണ്ടർ ദ ലോ ഓഫ് ടോട്ട് ഇസ് ആക്ച്വലി ടുവേർഡ്സ് ദ വേൾഡ് അറ്റ് ലാർജ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് വരിക. സോ നമ്മൾ ആ റൈറ്റ് ഇൻ റെം എന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓൾറൈറ്റ്, സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, മൂവിങ് ഫോർവേഡ്. വിച്ച് ഇസ് കറക്റ്റ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉള്ളത്? ഇത് തോന്നുന്നത് ഏതാണ്? ഇതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാക്കുക? സോ ചോദ്യം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻസ് തന്നെയാണ്. ഓപ്ഷൻസ് എല്ലാം നമ്മൾ വായിച്ചു നോക്കണം. സോ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് result from breach of duty undertaken by the parties themselves, whereas tort results from the breach of duty imposed by law. So ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡെഫിനേഷൻ നോക്കിയതോടുകൂടി നമുക്ക് മനസ്സിലായി, യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. ബിക്കോസ് ടോട്ട് എന്ന് പറയുന്നതാണ് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ ആണ്. ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഇനി അടുത്ത് നോക്കാം. കോൺട്രാക്ട് ഇസ് റൈറ്റ് ഇൻ പേഴ്സൺ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ പേഴ്സൺ ആണ്. റൈറ്റ് ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. 2 ആളുകൾ തമ്മിലുള്ള ഒരു റൈറ്റിനെയാണ് റൈറ്റ് ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. വേറാസ് ടോട്ട് ഇൻഫ്രിഞ്ചസ് റൈറ്റ് ഇൻ റെം. അതും കറക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ റെം ആണെന്ന് മനസ്സിലായി. യെസ്, ഡെഫിനറ്റ്ലി കറക്റ്റ്. സി, അണ്ടർ ദി കോൺട്രാക്ട് ദ ഡാമേജസ് ക്യാൻ ബി ലിക്വിഡേറ്റഡ്. ദാറ്റ് ഇസ് ട്രൂ. ഓർ അൺലിക്വിഡേറ്റഡ്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. കാരണം നമ്മൾ 73 and 74 കോൺട്രാക്ട് ആക്ടിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്ഷൻ 73 74 കോൺട്രാക്ടിൻ്റെ അകത്ത് എന്തുണ്ട്? 73 അകത്ത് പറയുന്നുണ്ട് അൺലിക്വിഡേറ്റഡ് ഡാമേജിനെ കുറിച്ചിട്ട്. കോൺട്രാക്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് കോൺട്രാക്ച്വൽ ബ്രീച്ച് സംഭവിച്ചാൽ അൺലിക്വിഡേറ്റഡ് ഡാമേജ് കോടതിക്ക് നിശ്ചയിക്കാം. അതായത് അഥവാ മുൻകൂട്ടി പാർട്ടീസ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം? നിശ്ചയിക്കാമെന്ന് 73 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നുണ്ട്. 74 അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ലിക്വിഡേറ്റഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നത്. അത് പാർട്ടീസ് തമ്മിൽ തീരുമാനിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. കോൺട്രാക്ടിൻ്റെ അകത്ത് ഡാമേജസ് ക്യാൻ ബി ലിക്വിഡേറ്റഡ് ആസ് വെൽ ആസ് അൺലിക്വിഡേറ്റഡ്. ഇനി അവിടെ ടോട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് ബട്ട് അണ്ടർ ടോട്ട് ഡാമേജസ് ആർ ഓൾവേസ് അൺലിക്വിഡേറ്റഡ്. വെരി ട്രൂ, കറക്റ്റ് ആണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യാതൊരു സംശയമില്ല. 3 സ്റ്റേറ്റ്മെന്റ്സും
ക്ലിയർ ആണ്. അപ്പം നിങ്ങൾക്കും അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുന്നോട്ട് പോവാം. ടോട്ട് ഇംപ്ലൈസ് എ ട്വിസ്റ്റഡ് ഓർ ടോഷ്യസ്. നമ്മൾ ടോർട്ടം എന്നുള്ള വാക്കിൽ നിന്നാണ് ടോർട്ട് എന്നുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് എത്തിയത് എന്ന് മനസ്സിലായി. ടോർട്ടം എന്നുള്ള ലാറ്റിൻ ടേമിനാണ് ടോർട്ട് എന്നുള്ള ഇംഗ്ലീഷ് ടേമിലോട്ട് എത്തിയത്. ടോർട്ടത്തിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ക്രുക്കഡ്, ട്വിസ്റ്റഡ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഈ പറയുന്ന ട്വിസ്റ്റഡ്, ടോർഷ്യസ് എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? കൺസെൻറ്റിനെയാണോ? വോളിഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഈ പറയുന്ന വില്ലിനെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോണ്ടക്റ്റിനെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡെറ്ററൻസിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. സോ എന്താണ് ക്രുക്കഡ്, ട്വിസ്റ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുമ്പോഴാണ് ടോർട്ട് ആവുന്നത് അല്ലേ? എന്ത് ചെയ്യുമ്പോഴാണ് ആ ടോർട്ട് ആവുന്നത്? ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കോണ്ടക്റ്റ് അല്ലേ? സി, ഓപ്ഷൻ സി ആണ് ഇവിടെ. അപ്പോൾ ആ ഒരു ട്വിസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു. വോളിഷൻ അല്ല, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കണ്ടക്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ആ പ്രവൃത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്രവൃത്തി എന്നുള്ള പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ റൈറ്റ് ആൻഡ് റെം ഇൻഫ്രിഞ്ച് ചെയ്തത്, നമ്മളുടെ റൈറ്റ് ഇൻഫ്രിഞ്ച് ആയിട്ടുള്ളത്. സോ അതിനെയാണ് നമ്മൾ ടോട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ടോട്ട് ഇംപ്ലൈസ് എ ട്വിസ്റ്റഡ് ഓർ ടോഷ്യസ് കോണ്ടക്ട്. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ ഇതെല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Law of tort has developed mainly through what? Law of tort എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്? മെയിനായിട്ട് എങ്ങനെയാണ് ലോ ഓഫ് ടോട്ട് വന്നിട്ടുള്ളത്? കസ്റ്റംസ് ആൻഡ് പ്രീസിഡൻസ് ആണോ? ജുഡീഷ്യൽ ഡിസിഷൻസ് ആണോ? എനാക്ട്മെന്റ്സ് ആണോ? ഓൾ ഓഫ് ദി അബവ് ആണോ? ഈ ടോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കോമൺ ലോ എന്ന് തിരിഞ്ഞ് വന്ന ഒരു കാര്യമാണ് കേട്ടോ, അത് മനസ്സിലാക്കണം ആദ്യം. പക്ഷേ അത് കംപ്ലീറ്റ്ലി കോമൺ ലോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റം, പ്രീസിഡൻറ്റ്, ജുഡീഷ്യൽ ഡിസിഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പക്ഷേ ടോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻലി, ഇവിടെ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കണം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെയിൻലി ത്രൂ എങ്ങനെയാണ് ടോട്ട് ഉരുത്തിരിച്ച് വന്നത് എന്നുള്ളതാണ്. ഇവിടെ ഓൾ ഓഫ് ദി അബവ് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാ ജാസ്മിൻ ഫെറോസ് പറഞ്ഞിട്ടുണ്ട്. ദ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് സരണ്യം പറഞ്ഞിട്ടുണ്ട്. ദ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ജുഡീഷ്യൽ ഡിസിഷൻസ്, ഓപ്ഷൻ ബി. ഒരുപാട് ജുഡീഷ്യൽ ഡിസിഷൻസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ലോ ഓഫ് ടോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചോദ്യം ക്ലിയർ ആണ്, ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ലോ ഓഫ് ടോട്ട് ഹാസ് ഡെവലപ്ഡ് മെയിൻലി ത്രൂ ലോ ഓഫ് ടോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡിസിഷൻസിലൂടെയാണ്, ജുഡീഷ്യൽ ഡിസിഷൻസിലൂടെയാണ്. കോമൺ ലോ ആസ് സച്ച് ഹാസ് ബീൻ ഡെവലപ്ഡ് ത്രൂ, നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റം, റീസിഡൻറ്റ്, ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളിൽ ഈ കോമൺ ലോ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ടോട്ട് മെയിൻലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസിലൂടെയാണ്. ഓൾറൈറ്റ്, സോ ദാറ്റ് ആ ഒരു ഡിസ്റ്റിങ്ഷനും നിങ്ങൾ മനസ്സിലാക്കണം. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. യുബി ജസ് ഇബി റെമഡിയം എന്ന് പറഞ്ഞിരിക്കുന്ന ലീഗൽ മാക്സിം എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ എല്ലാവരും ആൻസർ ചെയ്യുക. ഇത്രയും ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും തെറ്റിക്കരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതേ മാത്സ് നിങ്ങൾ ഒരു എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളൊരു 20 തവണയെങ്കിലും നമ്മളുടെ കോഴ്സിൽ, നമ്മളുടെ കോച്ചിങ് ക്ലാസ്സിൽ നിങ്ങൾ ഒരു 20-25 തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന മാക്സിമം നിങ്ങൾ കാണും. നിങ്ങൾ അത്രയും തറവാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇബി റെമഡിയം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വേർ ദർ ഇസ് എ റൈറ്റ് there is a remedy. ഇതിൻ്റെ ക്ലോസസ്റ്റ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം വേർ ദർ ഇസ് എ റൈറ്റ്, എവിടെ ഒരു അവകാശമുണ്ടോ അവിടെ ഒരു റെമഡി ഉണ്ട്. അതിൻ്റെ അർത്ഥം ഒരു റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ അവകാശമുണ്ട്, അവിടെ ഒരു റെമഡി ഉണ്ടാവണം എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ടെങ്കിൽ ആ റൈറ്റ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ, ഇൻഫ്രിഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടായിരിക്കണം, അവിടെ ഒരു റെമഡി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറൊരു അർത്ഥത്തിൽ നമുക്ക് അതിനെ പറയാം. എന്താണ്, അവിടെ ഒരു റൈറ്റ് ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ റൈറ്റ് ദർ ഇസ് നോ റെമഡി, ഒരു റെമഡി ഉണ്ടാവില്ല. റൈറ്റ് ഉണ്ടാവണം, റൈറ്റ് ഉണ്ടെങ്കിൽ ഒരു റെമഡി ഉണ്ടാവും. ആ റൈറ്റ് മാത്രം ഉണ്ടാവേണ്ട കാര്യമില്ല, ആ റൈറ്റിന് എന്ത് സംഭവിക്കണം, ഒരു ഇഞ്ചുറി സംഭവിക്കണം, ആ റൈറ്റിന് ഒരു ഇൻഫ്രിഞ്ച്മെന്റ്, ഒരു വയലേഷൻ സംഭവിക്കണം. എന്നാൽ മാത്രമേ you will have a remedy. All right, so where there is a right there is a remedy എന്നാണ് ഇബി റെമഡിയം പറയുന്നത്. ഓൾറൈറ്റ്, അടുത്തത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം.
നിങ്ങൾ ഈ പറയുന്ന ടേം ലോ ഓഫ് ടോട്ട്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു സംഭവമാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ. എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? എ ഡിഫെൻസ് ഇൻ ആക്ഷൻ ഫോർ ടോട്ട്സ് ആണോ? എ ഗ്രൗണ്ട് ഫോർ ഇനീഷ്യേഷൻ ഓഫ് ആക്ഷൻ ഇൻ ടോട്ട്സ് ആണോ? നോട്ട് എ ഡിഫെൻസ് ഇൻ ആക്ഷൻ ഫോർ ടോട്ട്സ്, ബോത്ത് ബി ആൻഡ് സി. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് പറയുകയാണെങ്കിൽ, വോളണ്ടറി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാക്ക് തന്നെ മനസ്സിലാക്കുക. വോളണ്ടറി എന്ന് പറഞ്ഞെങ്കിൽ വോളണ്ടറിലി. Okay, injuria എന്ന് പറയണമെങ്കിൽ there is some kind of injury has happened. So this is actually a defense. It is a general defense in against tortious liability. ടോട്ടിന്റെ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പാർട്ടീനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഡിഫെൻസിനെയാണ് നമ്മൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഡിഫെൻസുകളുണ്ട്, അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പം വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ ഇസ് ആക്ച്വലി എ ഡിഫെൻസ് ഇൻ ആൻ ആക്ഷൻ ഫോർ ടോട്ട്സ്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. The maxim voluntary non-fit injuria applies. ഈ പറയുന്ന voluntary non-fit injuria എന്നുള്ള മാക്സിം എപ്പോഴാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, it applies, this maxim applies when one adopts a risky method of work under his own free will. അയാൾ എന്ത് ചെയ്യാണ്? ഒരു വ്യക്തി അയാൾക്ക് എന്ത് ചെയ്യാണ്? ഒരു വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, എപ്പോഴാണ് ഒരു വ്യക്തി വോളണ്ടറിലി അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്, കൺസെന്റ് കൊടുക്കുകയാണ്. ഹി നോസ് ഇറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് നോളേജ് ഉണ്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യം റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണെന്നും അതിന് അദ്ദേഹം എന്ത് ചെയ്യാണ്, കൺസെന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുക ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ അപ്ലൈ ചെയ്യുക. ഓൾറൈറ്റ്, സോ ദ മാക്സിം വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ അപ്ലൈസ് വെൻ വൺ അഡോപ്റ്റ്സ് എ റിസ്കി മെത്തേഡ് ഓഫ് വർക്ക് അണ്ടർ ഹിസ് ഓൺ ഫ്രീ വിൽ. ഓൾറൈറ്റ്, യെസ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ is the defense of voluntary non-fit injuria is not available. The defense of voluntary non-fit injuria ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന voluntary non-fit injuria എന്ന് പറയുന്ന എപ്പോഴാണ് അവൈലബിൾ അല്ലാത്തത്? ഈ പറയുന്ന ഡിഫൻസ് എപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഡിഫൻസിനും എക്സെപ്ഷൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും ആൻസർ ചെയ്യുക. എപ്പോൾ നമുക്ക് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് പറയുന്ന ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല? എല്ലാവരും ആൻസർ ചെയ്യാം. എപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല? യെസ്, ദ കറക്റ്റ് ആൻസർ കമ്പൽഷൻ ഉണ്ടെങ്കിൽ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജുറി പറഞ്ഞെങ്കിൽ അതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഫ്രീ വില്ലാണ്. ഫ്രീ കൺസെൻ്റ് ആണ്. അപ്പോൾ കൺസെൻറ്റിനെ വയലേറ്റ് ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും എന്ത് ചെയ്യില്ല, വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജുറി ആയിട്ട് കരുതപ്പെടാൻ വേണ്ടി കഴിയില്ല. സോ ഇവിടെ ഇഫ് ദ കൺസെൻറ്റ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൽഷൻ, ഫ്രോഡ് അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ എന്തില്ല, ഇവിടെ വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഡിഫൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു മാക്സിം ആണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ മാക്സിം എന്ന് പറയുന്നത് ദ മാക്സിം എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ടിയോ എന്ന് പറയുന്നത് വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ, വാട്ട് ഡസ് ഇറ്റ് മീൻ? എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ടിയോ എന്ന് പറയുന്നത് എന്തിനെയാണ് ഇംപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഫ്രം ആൻ ഇമ്മോറൽ കോസ് നോ ആക്ഷൻ എറൈസസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ സ്ലൈഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ടിയോ എന്ന് പറയുന്ന സ്ലൈഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഇഷ്യൂ ഒന്നുമില്ലല്ലോ? റൈറ്റ്, യെസ്, വെരി ഗുഡ്, താങ്ക് യു. സോ ഈ പറയുന്ന മാക്സിം, ലീഗൽ മാക്സിം, വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? സോ ഇറ്റ് സിഗ്നിഫൈസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത്. ഫ്രം ആൻ ഇമ്മോറൽ കോസ് നോ ആക്ഷൻ എറൈസസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, രണ്ട് കള്ളന്മാർ എന്ത് ചെയ്യുന്നു, ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കള്ളൻ എ എന്ന് പറഞ്ഞ കള്ളൻ ബിയുടെ ഒരു പ്രവൃത്തി കാരണം ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു. കള്ളൻ ബി എന്ത് ചെയ്യുന്നു, ഷട്ടർ പൊന്തിച്ചപ്പം കള്ളൻ എന്റെ എന്ത് ചെയ്യുന്നു, കൈ തട്ടുന്നു, കൈക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു. അപ്പോൾ ഈ കള്ളൻ എന് എന്ത് ചെയ്യാൻ പറ്റില്ല, കള്ളൻ ബിക്ക് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണ്,
അവർ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ആ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ടോഷ്യസ് ലയബിലിറ്റി അറൈസ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ മാക്സിമിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഓൾറൈറ്റ്, സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി. ഫ്രം എൻ ഇമ്മോറൽ കോസ് നോ ആക്ഷൻ അറൈസസ്. ഓക്കെ, ഇനി ഫോർ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ ടു ബി അവൈലബിൾ ഇറ്റ് ഇസ് നെസസറി ദാറ്റ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. സോ ദ കണ്ടീഷൻ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ്ലി എന്ത് വേണം, ദ പ്ലെയിൻറ്റിഫ് ഷുഡ് നോ ദാറ്റ് ദ റിസ്ക് ഇസ് ദെയർ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം പ്ലെയിൻറ്റിഫിന് എന്തിനും നോളേജ് ഉണ്ടായിരിക്കണം. ദ പ്ലെയിൻറ്റിഫ്, അത് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ദ പ്ലെയിൻറ്റിഫിന് എന്തുണ്ടാവണം, ദ പ്ലെയിൻറ്റിഫ് ഷുഡ് സഫർ ദ ഹാം. ദ പ്ലെയിൻറ്റിഫ് എഗ്രീസ് ടു സഫർ ദ ഹാം. അദ്ദേഹം എന്ത് ചെയ്യാണ്, റെഡിയാണ്, ഞാൻ റെഡിയാണ്, എനിക്കറിയാം, ഐ ഹാവ് എ നോളേജ് ദാറ്റ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ റിസ്ക് ഉണ്ട് എന്ന് എനിക്കറിയാം, റിസ്കിൻ്റെ നോളേജ് ഉണ്ട്. ഇനി ആ റിസ്ക് ഞാൻ സഫർ ചെയ്തോളാം എന്ന് ഞാൻ കൺസെൻറ്റ് നൽകണം. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ദ പ്ലെയിൻറ്റിഫ് നോയിങ് ദ റിസ്ക് ഇസ് ദെയർ, നോയിങ് ദാറ്റ് ദ റിസ്ക് ഇസ് ദെയർ, അഗ്രീസ് ടു സഫർ ദ ഹാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്കോപ്പ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഡിഫെൻസ് ഓഫ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത്, അതിൻ്റെ ആ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത് വെദർ ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ബൈ എനിത്തിങ്. യെസ്, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും വരുന്നത്, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എ ആൻഡ് ബി എബവ് ആണ്, കാരണം ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ഇൻ റെസ്ക്യൂ കേസസ്. റെസ്ക്യൂ കേസസിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്നുള്ള ഡിഫൻസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഓപ്ഷൻ അതേപോലെ തന്നെ അൺഫെയർ കോൺട്രാക്ട് ടേം ആക്ട് 1977 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട് ഇംഗ്ലണ്ടിൽ. അത് പ്രകാരം എന്താണ് ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്നുള്ളതിന് ഒരു എക്സെപ്ഷൻ ആണ്. ഇത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ഗുഡ് ഡിഫെൻസസ് ഇൻ ആക്ഷൻ ഇൻ ടോട്ട്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൺ ഓഫ് ദി ഡിഫെൻസ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദി ഡിഫെൻസ് എഗെയിൻസ്റ്റ് ടോർഷ്യസ് ലയബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഡിഫെൻസ് ആണ്. അത് കൂടാതെ മറ്റ് കുറേ ഡിഫെൻസുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങളെ നമുക്ക് ടോട്ടിൻ്റെ അകത്ത് ഡിഫെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ പറ്റും, നമ്മൾ ഓൾറെഡി പറഞ്ഞു വൺ. ദെൻ വിസ് മേജർ എന്ന് പറയുന്നത്, വിസ് മേജർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആക്ട് ഓഫ് ഗോഡ് എന്നാണ് വരുന്നത്. ആക്ട് ഓഫ് ഗോഡ്, ആക്ട് ഓഫ് ഗോഡ് ഇസ് എ ഡിഫെൻസ്. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ ഇസ് ഓൾസോ അനദർ ഡിഫെൻസ്. സെൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഡിഫെൻസ്. സെൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത് സെൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നെങ്കിൽ ഇറ്റ് മീൻസ് ദ പേഴ്സൺ ഹാസ് എ നോളേജ്. അയാൾക്ക് നോളേജ് ഉണ്ട്, എന്ത്, ഒരു റിസ്ക് ഉണ്ട്, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ള നോളേജ് ഉണ്ട്, പക്ഷേ ഹി ഹാസ് നോട്ട് എഗ്രീഡ് ടു സഫർ ദാറ്റ് ഹാം. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയൻ്റെ അകത്തുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹി ഹാസ് നോളേജ് ഓഫ് ദ റിസ്ക് ആൻഡ് ഹി ഈസ് റെഡി ടു സഫർ ദ ഹാം. അതാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ. പക്ഷേ സെൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയൻ്റെ അകത്ത് അവിടെ നോളേജ് മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ കൺസെൻറ്റ് ഇല്ല, ഹി ഈസ് നോട്ട് റെഡി ടു സഫർ ദ ഹാം. അപ്പം ഇവിടെ ഡിഫൻസ് ആയിട്ട് വരുന്നത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി മാത്രമേ ഡിഫൻസ് ആയിട്ട് വരുന്നുള്ളൂ. ആൻഡ് ഇവിടെ വിസ് മേജർ ആക്ട് ഓഫ് ഗോഡും ഡിഫൻസ് ആയിട്ട് വരുന്നത്. സോ 1 and 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കണം. അപ്പം നമ്മൾ ഇത് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ അതാണ് പറഞ്ഞത്, നിങ്ങൾ വെറുതെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല. യു നീഡ് ടു സിസ്റ്റമാറ്റിക്കലി ആൻഡ് തറോലി അണ്ടർസ്റ്റാൻഡ് എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഈ എൻട്രൻസ് എക്സാംസ് വളരെയധികം ഓരോ വർഷവും കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും. അപ്പോൾ നമ്മൾ ഇത് വിചാരിക്കുക എല്ലാം വരുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ വിചാരിക്കും. ഫസ്റ്റ് ഒരു പ്രഥമ ദൃഷ്ട്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. സോ പ്ലീസ് ബെയർ ദാറ്റ് ഇൻ മൈൻഡ്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്? അപ്പം ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? ആക്ട് ഓഫ് ഗോഡ് ആണോ,
ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി വിച്ച് കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ ആൻഡ് അവോയ്ഡഡ് ആണോ, ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി വിച്ച് കുഡ് ഹാവ് ബീൻ ഫോർസീൻ ആൻഡ് അവോയ്ഡഡ് ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണോ വരിക? ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റിൻ്റെ ഒരു ഐഡിയ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? സോ ദി കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നെങ്കിൽ ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി. ഇവിടെ ഞാൻ സമ്മതം കൊടുത്തിട്ടൊന്നുമില്ല ഇഞ്ചുറി സഫർ ചെയ്തോളാന്നൊന്നും. ഈ ഇഞ്ചുറി എനിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ഉണ്ടായത്. അൺഎക്സ്പെക്റ്റഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഐ കനോട്ട് ഫോർസീ ഇറ്റ്. എനിക്ക് അത് കാണാൻ കഴിയില്ല. ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പം ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയില്ല, അത് സംഭവിച്ചു പോകും. സോ ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി ആൻഡ് ദിസ് അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ ആൻഡ് അവോയ്ഡഡ്. ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവമായി പോയി. അതാണ്. അപ്പം അതിനാണ് നമ്മൾ ഇന്നോവേറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ റോങ് വേ കയറി വന്നു. ഈ റോങ് വേയിൽ കയറി വന്നപ്പം ഈ പറയുന്ന ബസ്സിൻ്റെ ആളെന്ത് ചെയ്തു? ഒരു സഡൻ ബ്രേക്ക് അങ്ങോട്ട് പിടിച്ചു. സഡൻ ബ്രേക്ക് പിടിച്ചപ്പം എന്ത് സംഭവിച്ചു? ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളെന്ത് ചെയ്തു? സഡൻ ബ്രേക്ക് പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പിയിൽ പോയിട്ട് തലയിടിച്ചു. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. കാരണം എന്താണ്? ഇത് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ് അവിടെ, അല്ലേ? ഇത് വേണം വിചാരിച്ചിട്ട് ആരും ഇഞ്ചുറി കോസ് ചെയ്തതൊന്നുമല്ല. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. ഇറ്റ് കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ. കാരണം സഡൻ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കേണ്ടി വന്നു. സഡൻ ബ്രേക്ക് പിടിക്കേണ്ട ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് സംഭവിച്ചു പോയി. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇന്നോവേറ്റബിൾ ആക്സിഡൻറ്റ്. ഇനി ആക്ട് ഓഫ് ഗോഡ് അല്ലെങ്കിൽ വിസ് മേജർ. ആക്ട് ഓഫ് ഗോഡിനെയാണ് നമ്മൾ വിസ് മേജർ എന്ന് പറയുക. സോ ആക്ട് ഓഫ് ഗോഡ് അല്ലെങ്കിൽ വിസ് മേജർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്യുക? സോ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാordinary occurrence or circumstance. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടേം നോക്കണം. എക്സ്ട്രാ ഓർഡിനറി, അതിൻ്റെ അർത്ഥം ഔട്ട് ഓഫ് ദി ഓർഡിനറി, സാധാരണ രീതിയിൽ സംഭവിക്കാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാordinary occurrence or circumstances which could not have been foreseen and which could not have been guarded against. An accident due to natural causes without human intervention. An accident due to natural causes with human intervention. Both A and B. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, നിങ്ങൾ എല്ലാം വായിച്ചു നോക്കണം. ഓപ്ഷൻ എ ഇസ് കറക്റ്റ്, ഓപ്ഷൻ ബി ഇസ് ഓൾസോ കറക്റ്റ്. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എക്സ്ട്രാordinary occurrence. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എക്സ്ട്രാordinary occurrence ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, വളരെയധികം ശക്തിയിൽ മഴ പെയ്യുകയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വളരെയധികം ശക്തിയിൽ മഴ പെയ്യും എന്നുള്ളത്. ആൻഡ് ഈ മഴ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു എ നാച്ചുറൽ കോസ്. ദർ ഇസ് നോ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആക്ട് ഓഫ് ഗോഡിൻ്റെ അകത്ത് ദർ ഇസ് നോ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. മനുഷ്യൻ ആസ് എ ഹ്യൂമൻ ഏജൻസി അവിടെ ഇല്ല. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ബോത്ത് എ ആൻഡ് ബി ആണ്. എയും ബിയും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ ഓപ്ഷൻ ഡി ഹിയർ ഇസ് ദ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ടോട്ട് ദ പ്രൈവറ്റ് ഡിഫെൻസ് അവൈലബിൾ ആണോ? ടോട്ടിൻ്റെ അകത്ത് പ്രൈവറ്റ് ഡിഫെൻസ് ഇസ് നോട്ട് അവൈലബിൾ എന്ന് പറയുന്നുണ്ട്. ഇസ് അവൈലബിൾ ടു പ്രൊട്ടക്ട് വൺസ് പേഴ്സൺ ആസ് അണ്ടർ ക്രിമിനൽ ലോ എന്ന് പറയുന്നുണ്ട്. ഇസ് അവൈലബിൾ ടു പ്രൊട്ടക്ട് വൺസ് പ്രോപ്പർട്ടി ആസ് അണ്ടർ ക്രിമിനൽ ലോ എന്ന് പറയുന്നുണ്ട്. ബോത്ത് ബി ആൻഡ് സി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് ഡിഫെൻസ്, പ്രൈവറ്റ് ഡിഫെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഡിഫെൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്കറിയാം, യെസ്, ഡെഫിനറ്റ്ലി ടോട്ടിൻ്റെ അകത്ത് സെൽഫ് ഡിഫെൻസ് ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇത് പേഴ്സണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും പറ്റുമോ? അതാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് രണ്ടും പറ്റും. ബോത്ത് ബി ആൻഡ് സി. നമ്മളുടെ ടോട്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിക്കും നമ്മളുടെ പേഴ്സൺ, നമ്മളെ ക്രിമിനൽ ലോനകത്ത് IPCൻ്റെ അകത്ത് നമ്മൾ സെക്ഷൻ 96 മുതൽ നമ്മൾ 106 വരെ നമ്മൾ പഠിക്കും. എന്താണ് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ടത്. എന്താണ് സെൽഫ് ഡിഫെൻസ്, എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ IPC എടുക്കുമ്പോൾ പഠിക്കാനുണ്ട്. കാരണം അതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ പ്രൈവറ്റ് ഡിഫെൻസിൻ്റെ അകത്ത് ടോട്ടിൻ്റെ കാര്യത്തിൽ രണ്ടും വരുന്നുണ്ട്, ബിയും സിയും വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത്. എ സെറ്റപ്പ് എ റൈവൽ സ്കൂൾ ടു ദാറ്റ് ഓഫ് ബീസ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീഷൻ ബി ഹാഡ് ടു റെഡ്യൂസ് ദ ഫീ. അപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു സ്കൂൾ ഹാസ് സെറ്റപ്പ് എ റൈവൽ സ്കൂൾ ടു ദാറ്റ് ഓഫ് ബീസ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീഷൻ ബീന് എന്ത് ചെയ്യുന്നു? പൈസ കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ബി എന്ന് പറഞ്ഞ സ്കൂൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി ഇത്ര ഒരു ഫീ ബി വാങ്ങുന്നുണ്ടായിരുന്നു. എ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ സ്കൂൾ തുടങ്ങി. അപ്പം അവിടെ എന്ത് സംഭവിച്ചു? ബീന് അവിടെ എന്ത് ചെയ്യേണ്ടി വന്നു? ഫീ കുറയ്ക്കേണ്ടി വന്നു.
അത് ബി ഫീ കുറയ്ക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ബിക്ക് അവിടെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതിൻ്റെ കീഴിലാണ് നിങ്ങൾ കൊണ്ടുവരിക? ഇഞ്ചൂരിയ സിനെ ഡാംനം ആണോ, ഡാംനം സിനെ ഇഞ്ചുറി ആണോ, യുബീജ സിബി റെമഡിയം ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബിക്ക് റെമഡി എന്തെങ്കിലും ഉണ്ടോ? ബിക്ക് റെമഡി ഇല്ലാന്ന് രണ്ട് കാര്യത്തിലും പറയാം. ബി ഹാഡ് നോ റെമഡി ഇൻ ദ ടോട്ട് ഫോർ ബി ഹാഡ് നോ റെമഡി ഇൻ ടോട്ട് ഫോർ ലോസ് സഫേർഡ് ബൈ ഹിം. അപ്പോൾ ഇത് ഡാംനം സിനെ ഇഞ്ചുറിയിലാണോ വരിക, ഇഞ്ചുറിയ സിനെ ഡാംനമിലാണോ വരിക? അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡാംനം സിനെ ഇഞ്ചുറിയ എന്നുള്ള, ഡാംനം സിനെ ഇഞ്ചുറിയ എന്ന് പറഞ്ഞെങ്കിൽ വിത്തൗട്ട് എനി ലീഗൽ ഇഞ്ചുറി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലീഗൽ ഇഞ്ചുറി, ഒരു ലീഗൽ റൈറ്റിന് അവിടെ വയലേഷൻ അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അവിടെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഡാമേജ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു ലീഗൽ റൈറ്റിന് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല, അയാളുടെ ലീഗൽ റൈറ്റിന് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡാംനം സിനെ ഇഞ്ചുറിയ. സിനെ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ് അർത്ഥം വരുന്നത്, ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് എന്നാണ് അർത്ഥം വരുന്നത്. ഇഞ്ചുറിയ എന്ന് പറഞ്ഞെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ലീഗൽ ഇഞ്ചുറിയാണ്, ലീഗൽ റൈറ്റ് ഇഞ്ചുറി സംഭവിച്ചിട്ട്. അപ്പോൾ ദർ ഇസ് നോ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്, അങ്ങനെ ഡാമേജ് സംഭവിച്ചിരിക്കുന്നു. അതാണ് ഡാംനം സിനെ ഇഞ്ചുറിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓൾ റൈറ്റ്. ദെൻ അപ്പം ഇതോടുകൂടി നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഗുണമായിട്ടുണ്ട്. നമ്മളുടെ ഫസ്റ്റ് പവർ അവർ എല്ലാവരും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇനിയും വരുന്ന എല്ലാ പവർ അവറിലും നിങ്ങൾ എല്ലാ ദിവസവും പവർ അവർ അതായത് പവർ അവർ എപ്പോഴൊക്കെ വരുന്നുണ്ടോ ആ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു പെന്നും ബുക്കുമായിട്ട് നിങ്ങൾ ഇതിന് വേണ്ടി ഇരിക്കണം. ഇത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾ 1/3 കാര്യം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് എ ട്രയോ. 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കോച്ചിങ്, റിറ്റ്സ് നൽകാൻ പോകുന്ന കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ചാമ്പ്യൻസ് ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. വളരെയധികം നിങ്ങൾ ഈ ഒരു ഓഫർ മിസ്സാക്കുക എന്ന് പറയുന്നത് വളരെ നിങ്ങളിത് മിസ്സാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ലോസ് ഫോർ യു. ചാമ്പ്യൻസ് ബാച്ച് കോച്ചിങ്, ദെൻ നമ്മളുടെ റിറ്റ്സിൻ്റെ ഗൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഗോയിങ് ടു കം. നമ്മൾ ഡിസംബർ ഓർ ജാനുവരിയിൽ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദീസ് പവർ അവേഴ്സ്. ഇത് 3 ഇസ് എ ഡെഡ്ലി കോമ്പിനേഷൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. നമ്മളതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ റിറ്റ്സിലോട്ട് വരുന്ന സ്റ്റുഡൻസിനോട് പറയുക, മാക്സിമം നമ്മൾ തരുന്ന റിസോഴ്സസ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ചാമ്പ്യൻസ് ബാച്ചിൻ്റെ ക്ലാസ് വിൽ സ്റ്റാർട്ട് ഫ്രം ജാനുവരി. ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി വി വിൽ ബി ക്ലോസിങ് ദി അഡ്മിഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചാമ്പ്യൻസ് ബാച്ചിലൂടെ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജൂണിൽ നടക്കാൻ പോകുന്ന ക്രാഷ് കോഴ്സ്, വിച്ച് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ക്രാഷ് കോഴ്സ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. 30 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സും ഉണ്ട്. ദാറ്റ് ക്രാഷ് കോഴ്സ് വളരെ പോപ്പുലർ ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു റിവിഷനാണത്, വളരെ വലിയൊരു മികച്ച റിവിഷനാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് ആക്സസ് ടു ദാറ്റ് ഓൾസോ. സോ അത് മറക്കരുത്. ഗൈഡിൻ്റെ റേറ്റ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ജാനുവരിയിൽ വരുന്നതാണ്. നമ്മൾ ഡിസംബർ ജാനുവരിയിലായിരിക്കും ഗൈഡ് വരിക. ആമസോണിൽ ഇറങ്ങുന്നതാണ്. ആൻഡ് ഓൾസോ പല റീറ്റെയിൽ സ്റ്റോഴ്സിലും ഇത് വരുന്നുണ്ടാവും. ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് അത്രയ്ക്ക് പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. പ്രയാസം വരുന്നത് എപ്പോഴാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. സിസ്റ്റമാറ്റിക്കും ഓർഗനൈസ്ഡും അല്ലാത്ത ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രയാസമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ക്ലാസ്സസ്, പവർ അവേഴ്സും നമ്മളുടെ ക്ലാസ്സസും ഗൈഡും എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി എ പീസ് ഓഫ് കേക്ക് അല്ലേ. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ യുവർ ഡിറ്റർമിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എത്രമാത്രം ഈ ഗവൺമെൻറ് ലോ കോളേജിൽ എത്താൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു ആഗ്രഹവും വളരെയധികം മാറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ എഫേർട്ടും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യാതൊരു സംശയവുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തും. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത പവർ അവറിൽ ഇനി വരാവുന്നതാണ്. നമ്മൾ അടുത്ത പവർ അവറിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി വരും. സോ എല്ലാവരും ചാമ്പ്യൻസ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ പവർ അവർ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഓൾ അതേഴ്സ്. കാരണം ഇങ്ങനൊരു
വീഡിയോ ഉള്ള കാര്യം പലരും അതറിയും. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, കുറേ ആളുകളിലോട്ട് എത്തും. സോ ദാറ്റ് ഇസ് ദ ലീസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. ആൻഡ് ഈ ചാമ്പ്യൻസ് ക്ലാസിൻ്റെ ക്ലാസ് സൺഡേസ് ആണോ? നോ, സൺഡേസ് ഒന്നുമല്ല. ഇത് ഇനീഷ്യലി ചാമ്പ്യൻസ് ബാച്ച് വീക്കെൻഡ്സിലാണ് നടക്കുക. ഏപ്രിൽ വരെ വീക്കെൻഡ്സിൽ നടക്കും. സാറ്റർഡേസ് ആൻഡ് സൺഡേസ് നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവും. മോർണിംഗ് ആൻഡ് ഈവനിങ് സെഷൻസിലായിട്ട് ഉണ്ടാവും. ദെൻ ഏപ്രിലിന് ശേഷം വി വിൽ ബി ആഡിങ് മോർ ക്ലാസ്സസ്. നമ്മൾ തകർക്കാൻ പോവുകയാണ്, യാതൊരു സംശയവുമില്ല. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ഫ്രീ സ്റ്റഫ് അല്ലേ. യൂട്യൂബിൽ നമ്മൾ ഇതെല്ലാം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. സോ യു ക്യാൻ എക്സ്പെക്ട് ദ ലെവൽ ഓഫ് ക്വാളിറ്റി ദാറ്റ് വിൽ ബി പ്രൊവൈഡിങ് ഫോർ ദി ചാമ്പ്യൻസ് ബാച്ച് ക്ലാസ്സസ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. മിസ് ചെയ്താൽ നിങ്ങൾക്കാണ് നഷ്ടം. ഡിസംബർ ലാസ്റ്റ് വീക്ക് രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. നേരെ റിറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ കയറുക, രജിസ്റ്റർ ഇറ്റ്. ആൻഡ് നിങ്ങൾ ഫീ എന്നുള്ള കാര്യം നിങ്ങൾക്ക് യു ക്യാൻ പേ ഇറ്റ് ബൈ ഡിസംബർ ലാസ്റ്റ് വീക്ക്. സോ ദാറ്റ് ഇസ് ദ തിങ്. നമുക്ക് വീണ്ടും അടുത്ത ഒരു പവർ അവറിൽ കാണാം. വളരെ പവർഫുൾ ആയിട്ട് തന്നെ, വളരെ നിങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾ ലോ കോളേജിൽ എത്തുക എന്നുള്ള, ലോയർ ആവുക എന്നുള്ള ആസ്പിറേഷന് റിറ്റ്സിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുക. റിറ്റ്സ് നിങ്ങളെ അവിടെ എത്തിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു സോ മച്ച് ഫോർ ബീൻ ഹിയർ ആൻഡ് വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ഡേ. ആൻഡ് അപ്പം നമുക്ക് അടുത്ത പവർ അവർ കാണാം. ബൈ.